പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 15-ാം തീയതി. ഇത് അയർലൻഡിലെ ഡബ്ലിൻ നിന്നാണ്. ഡബ്ലിനിൽ ഉള്ള കാർമലൈറ്റ് മൊണാസ്ട്രിയിൽ ആണിപ്പോൾ നമ്മൾ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ്. ഒന്ന് പ്രാർത്ഥിക്കാം. ശല ഹലബല 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 ശലബല ഹലബല ഹലബല ഹലബല. വരുവിൻ, നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ സാധാരണ തുടങ്ങാറുള്ള പോലെ തന്നെ നമ്മൾ ആദ്യം പറയുന്ന വചനം CC 2565 പറയുന്നത് ഈ ദിവ്യരഹസ്യമാണ്. പരിശുദ്ധ രാജകീയ ത്രിത്വം മനുഷ്യൻ്റെ ചേതനയിൽ പൂർണ്ണമായിട്ട് ഉണ്ട്. അതാണ് ദൈവരാജ്യത്തിലെ കൃപാവരം. ഹല 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 ശല ഹല 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 ഹല. വരുവിൻ, നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. ഹല 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 ശലബല ഹലബല 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 ഹലബല. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെപ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഈ ആശയാണ് പിന്നീട് പ്രവചനമായിട്ട് ജോയേൽ പ്രവാചകനിലൂടെ വന്നത്. അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആത്മാവ് എല്ലാവരിലും വർഷിക്കപ്പെടും. ഒരിക്കൽ കൂടി നമുക്കത് വിശ്വസിക്കാം. അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആത്മാവ് എല്ലാ മനുഷ്യരിലും നിറയും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണേ. ശലബല ഹലബല ഹലബല ഫിൽമി 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 ഫിൽമി. എന്നിലുള്ള അഭിഷേകം തുറക്കണമേ, എന്നിലുള്ള വരദാനങ്ങൾ തുറക്കണമേ. നമുക്കെല്ലാവർക്കും ഒന്നുകൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. Waymaker, miracle worker, Waymaker, miracle worker, promise keeper, light in the darkness. My Lord, that is who you are. Waymaker, miracle worker, promise keeper, light in the darkness. My Lord, that is who you are. Waymaker, miracle worker, Waymaker, miracle worker, promise keeper, light in the darkness. That is who you are. Praise the Lord. Hallelujah, 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 hallelujah. Shalabala, halabala, halabala, halabala. Let the anointing of the Lord come down. Let the anointing of the Lord come down. എല്ലാവരും ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു അഭിഷേകത്തിനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശരക്കീര മക്കാര ശരക്കീര മക്കാര. ബൈബിലവൻ, എൻ്റെ വാത്സല്യവാചനങ്ങളെ, ഞാനാകുന്നു നിങ്ങളെ നയിക്കുന്നവൻ, ഞാനാകുന്നു നിങ്ങളുടെ മുൻപേ പോകുന്നവൻ, ഞാനാകുന്നു നിങ്ങളിൽ ജ്ഞാനം പകരുന്നവൻ, ഞാനാകുന്നു നിങ്ങളിൽ ജീവൻ പകരുന്നവൻ. എൻ്റെ നയിക്കലിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഞാൻ നിങ്ങളെ നയിക്കും, ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അതിശക്തമായ അഭിഷേകത്തിലൂടെ നിങ്ങളെ ഞാൻ നയിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളെ നയിക്കുന്നു.
ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവജനം, ദൈവമക്കൾ. ആത്മാവിനാൽ നയിക്കപ്പെടാൻ വേണ്ടി നിങ്ങളെ ഞാൻ ജ്വലിപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനാലും എൻ്റെ ജ്ഞാനത്തിനാലും നിങ്ങളെ ഞാൻ നയിക്കും. അതോടൊപ്പം എൻ്റെ പ്രവചനമാണ്. എൻ്റെ പ്രവചനത്താൽ ഞാൻ നിങ്ങളെ നയിക്കും. ഞാൻ നല്ല ഇടയനാകുന്നു. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുവിൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, എൻ്റെ ആടുകൾ പ്രവചനം ശ്രദ്ധിക്കുവിൻ, പ്രവചനമനുസരിച്ച് മുന്നേറുവിൻ. ഞാൻ അങ്ങനെയല്ലേ ചെയ്തത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ, പരസ്യ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും പ്രവചനം പൂർത്തിയാക്കുകയായിരുന്നു. പഴയ നിയമത്തിലെ ഓരോ പ്രവചനങ്ങളെയും ഞാൻ പൂർത്തിയാക്കിയില്ലേ. എന്നെപ്പറ്റി സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും മോശയുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നതെല്ലാം ഞാൻ പൂർത്തിയാക്കിയില്ലേ. അതാണ് ക്രിസ്തീയ ജീവിതം. പ്രവചനങ്ങൾ പൂർത്തിയാക്കി മുന്നേറുക. എന്നെക്കുറിച്ചുള്ള പ്രവചനം നിങ്ങളെക്കുറിച്ചുമുള്ള പ്രവചനം തന്നെയാണ്. യെശയ്യായിൽ പ്രവചിച്ചു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാനും ബന്ധിതർക്ക് മോചനം നൽകാനും അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന യെശയ്യാ പ്രവചനം എന്നെക്കുറിച്ചല്ലേ. അത് ഞാൻ പൂർത്തിയാക്കിയില്ലേ. എന്നാൽ അത് ഞാൻ പൂർത്തിയാക്കുമ്പോൾ എൻ്റെ മേലുള്ള ആത്മാവ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും മേലാകുന്നു. ഞാൻ പൂർത്തിയാക്കിയ പ്രവചനങ്ങൾ നിങ്ങളിലും പൂർത്തിയാകും. അതുകൊണ്ട് പ്രവചിക്കുവിൻ, ഇനിയും പ്രവചിക്കുവിൻ, ഓരോ ദിവസവും പ്രവചിക്കുവിൻ. ഓരോ ദിവസവും സഭയിൽ എന്ത് ചെയ്യണമെന്നത് ഞാൻ എൻ്റെ പ്രവാചകരിലൂടെ നയിക്കും. എൻ്റെ പ്രവാചകരിലൂടെ ഞാൻ നയിക്കുന്ന പോലെ സംഭവിക്കും. അതിനാൽ വളരെ ശക്തമായ അഭിഷേകത്തിനായിട്ട് ഞാൻ നിങ്ങളെ ഒരുക്കുന്നു. പ്രവചനത്തിലൂടെ വലിയ കാര്യങ്ങൾ ഞാൻ നടത്തും. എന്റെ ജനമേ, നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട. ഞാനാണ് സഭയെ പടുത്തുയർത്തുന്നത്. ഞാൻ പറയാകുന്ന ഈ സഭയെ, ഈ പാറയിൽ ഞാൻ എൻ്റെ പള്ളി പണിയും, ഈ പാറയിൽ ഞാൻ എൻ്റെ പള്ളി പണിയും എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ആ പാറ, ഞാൻ തന്നെയാണത് പണിയുന്നത്. ഞാൻ നിങ്ങൾ ഓരോരുത്തരിലും എൻ്റെ അഭിഷേകം നൽകിക്കൊണ്ട്, എൻ്റെ ജ്ഞാനം നൽകിക്കൊണ്ട്, എൻ്റെ പ്രവചനം നൽകിക്കൊണ്ട്, എൻ്റെ ചിന്തകൾ നൽകിക്കൊണ്ട്, എൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഞാൻ പണിതുയർത്തും. നിങ്ങളിലൂടെ ഞാൻ പണിതുയർത്തും. എന്റെ അത്ഭുത ശക്തിയുടെ പ്രവാഹം ഞാനിതാ ഇന്ന് നിങ്ങളിൽ തുടിപ്പിക്കുന്നു. എന്റെ അത്ഭുത ശക്തി നിങ്ങളിലേക്ക് ഒഴുക്കുന്നു. എന്റെ ത്രിവിധ അഭിഷേകം ഒഴുക്കുന്നു. എന്റെ ത്രിവിധ അഭിഷേകത്തിലൂടെയാണ് ഞാൻ പള്ളി പണിയുന്നത്. എന്റെ ത്രിവിധ അഭിഷേകത്തെ നിങ്ങൾ ഓരോരുത്തരിലും ഞാൻ ഒഴുക്കുന്നു. ഇതിനെതിരെ വരുന്ന സകലത്തിനെയും തൂത്തെറിയും ഞാൻ. എന്റെ അഭിഷേകത്തിന് തടസ്സം നിൽക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? വെള്ളച്ചാട്ടത്തിന് തടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? എന്റെ അഭിഷേകം വെള്ളച്ചാട്ടം പോലെ ഞാനിതാ തുറന്നിരിക്കുന്നു. ഇതിനെതിരെ വരുന്ന സകലത്തിനെയും ഞാൻ ശുദ്ധീകരിക്കുകയും നിഹനിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും തൂത്തെറിയുകയും ചെയ്യുന്നു. ശുശ്രൂഷ മേഖലകളിൽ നിങ്ങൾക്കെതിരെ വരുന്ന സകലത്തെയും ഞാനിതാ വിശുദ്ധീകരിക്കും. സകല ശുശ്രൂഷകരെയും ഞാൻ വിശുദ്ധീകരിക്കും. ദൈവജ്ഞാനത്തിനും
ദൈവ പദ്ധതികളും മനസ്സിലാക്കാതെ സ്വന്തം ഇഷ്ടം നോക്കുന്ന ശുശ്രൂഷകരെ ഞാൻ മാനസാന്തരപ്പെടുത്തും. ഞാൻ അവരുടെ അഹങ്കാരത്തെ മാറ്റി അവരെ എളിമപ്പെടുത്തും. അവരെല്ലാവരും നിങ്ങളോട് സഹകരിക്കുന്നവരാക്കും. നിനക്കെതിരെ വരുന്ന സകലരെയും ഞാൻ മാറ്റും. ഞാൻ അവരെ മാനസാന്തരപ്പെടുത്തും. ഞാൻ അവരെ രൂപാന്തരീകരിക്കും. അവരെല്ലാവരും നിനക്ക് അനുകൂലമാകും. നിങ്ങളിലൂടെ ഞാനിതാ വലിയ ശുശ്രൂഷ തുറക്കുന്നു. നിന്നിലൂടെ വലിയ ശുശ്രൂഷ ലോകം മുഴുവനിലേക്കും തുറക്കുന്നു. എല്ലാവരിലും എന്റെ വരദാനങ്ങൾ പ്രവർത്തിക്കുന്ന ശുശ്രൂഷ, എന്റെ വരദാനങ്ങളുടെ അഗ്രാഹ്യമായ പ്രവർത്തനത്തെ എല്ലാവരും മനസ്സിലാക്കണം. സൈക്കോളജിയും ഫിലോസഫിയിലും കൂടെ മാത്രമല്ല ഞാൻ പണിതുയർത്തുന്നത്, എന്റെ ഉയർത്തെഴുന്നേറ്റാത്മാവിന്റെ ശക്തിയിലൂടെയാണ് ഞാൻ പണിതുയർത്തുന്നത്. ഞാനാണ് ഉത്ഥാനം, ഞാനാകുന്നു പുനരുത്ഥാനം, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാൻ ആകുന്ന വഴിയും സത്യവും ജീവനും. എല്ലാവരിലേക്കും കടന്നു ചെന്ന് അവരെ എൻ്റെ വഴിയാക്കി മാറ്റും. ഞാനാകുന്ന വഴിയാക്കി മാറ്റും. Praise the Lord. Hallelujah. ഹലബല നമുക്കെല്ലാവർക്കും സ്തുതിച്ച് ഈ പ്രവചനത്തെ സ്വീകരിക്കാം. ശലബല ഹലബല. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. ഹലബല. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കാണിച്ചു തരുന്നത് തലവേദന സൗഖ്യപ്പെടുത്തുന്നതായിട്ടാണ്. തലവേദന എന്ന് പറഞ്ഞാൽ ഈ നെറ്റിയുടെ അകത്തുള്ള വേദനയാണ്. കാതുകൾക്ക് സൗഖ്യം തരുന്നു. പ്രൈസ് ദ ലോർഡ്. കാലിൻ്റെ മുടന്ത്, നടക്കാൻ പറ്റാതെ മുടന്തി നടക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. മാമോദീസ എന്ന കുദാശ വകുപ്പ് 1. CCC 1214 മാർജിനൽ പാരഗ്രാഫാണ് നമ്മളിപ്പോൾ എടുക്കേണ്ടത്. 1214 ഒന്നുകൂടി വായിക്കുകയാണ്. ഈ കുദാശയെ അതിൻ്റെ നിർവഹണത്തിലെ പ്രധാന അനുഷ്ഠാനമനുസരിച്ച് ജ്ഞാനസ്നാനമെന്ന് വിളിക്കുന്നു. സ്നാനപ്പെടുത്തുക ഗ്രീക്ക് ഭാഷയിൽ ബാപ്റ്റൈസൻ എന്നതിനെ മുക്കുക അഥവാ താഴ്ത്തുക എന്നാണ് അർത്ഥം. വെള്ളത്തിലേക്കുള്ള മുക്കൽ ക്രിസ്തുവിൻ്റെ മരണത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയുടെ കബറടക്കമാണ് സൂചിപ്പിക്കുന്നത്. അവിടെ നിന്ന് ആ വ്യക്തി ക്രിസ്തുവിനോടൊപ്പം പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കും. 628 സൈഡ് പാരഗ്രാഫ്. മാമോദീസായുടെ ആദിമവും പൂർണ്ണവുമായ രൂപം വെള്ളത്തിൽ മുക്കലാണ്. പുതിയ ജീവിതത്തിനായി ക്രിസ്തുവിനോടൊപ്പം പാപത്തിന് മരിക്കുന്ന ഒരുവൻ കബറിടത്തിലേക്ക് ഇറങ്ങുന്നതിനെ മാമോദീസ ഫലപ്രദമായ വിധത്തിൽ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് മാമോദീസ വഴി നാം അവനോടുകൂടെ മരണത്തിലേക്ക് സംസ്കരിക്കപ്പെട്ടു. പിതാവിൻ്റെ മഹത്വത്താൽ മിശിഹ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതുപോലെ നാമും ഒരു പുതിയ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണത്. ഉള്ളവരെ, ഇന്നും നമ്മുടെ പ്രശ്നം മാമോദീസായുടെ ആ ശുശ്രൂഷ തന്നെ വേണ്ട രീതിയിൽ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെയോ ഈ ബോധ്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല ചെയ്യുന്നത്. നമ്മളൊരു പള്ളിയിൽ കപ്പ്യാർ പറയും, വേഗം ചെയ്യണം, അവിടെ കല്യാണത്തിന് ആൾക്കാർ വന്ന് നിൽക്കുകയാണ്, കല്യാണ ചെറുക്കനും പെണ്ണും വന്ന് നിൽക്കുകയാണ്, ക്യാമറമാരൊക്കെ വന്ന് നിൽക്കുകയാണ്, അതുകൊണ്ട് വേഗം അച്ചോ
ഒന്ന് വേഗം ചെയ്യണേ. ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് 10 മിനിറ്റ് കൊണ്ട് മാമോദീസ കഴിക്കും നമ്മൾ. ഇവിടെയാണ് നമ്മുടെ വലിയ പരാജയം. ശരിക്കും ഒരു പരാജയമാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവിടെ പാർട്ടി നടത്താൻ പോകുന്നതിന് സമയമുണ്ട്, ബാക്കി ഫോട്ടോ എടുക്കുന്നതിന് സമയമുണ്ട്, ഈ പ്രധാന ശുശ്രൂഷ ചെയ്യുന്നതിന് സമയമില്ല. കപ്പ്യാരാണ് എല്ലാം നിശ്ചയിക്കുന്നത് അവിടെ. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ല. അപ്പം ഇതെല്ലാം പഠിക്കുമ്പോഴെങ്കിലും ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ 1215 വരാം. 1215 പുനർജനനത്തിൻ്റെ ക്ഷാളനവും പരിശുദ്ധാത്മാവിലുള്ള നവീകരണവും എന്നുകൂടി ഈ കൂദാശയെ വിളിക്കുന്നുണ്ട്. കാരണം അത് ജലത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള ജനനത്തെ സൂചിപ്പിക്കുകയും യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ ആ ജനനമില്ലാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ ചുമ്മാ അങ്ങനെ വായിച്ച് പോയാൽ പോരാ. ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ ഒരു തരംഗമാണ്. 1 വർഷം കൊണ്ട് കാറ്റക്കിസം വായിക്കുക, 1 വർഷം കൊണ്ട് ബൈബിൾ വായിക്കുക. വലിയ കാര്യമായി. ഇപ്പം ഇവിടെ എഴുതിയേക്കുന്ന കാര്യമൊന്ന് വായിച്ചു നോക്കി. പുനർജനനത്തിൻ്റെ ക്ഷാളനവും പരിശുദ്ധാത്മാവിലുള്ള നവീകരണവും എന്നുകൂടി കൂദാശ വിളിക്കാറുണ്ട്. ഇനി അടുത്തതാണ്. കാരണം അത് ജലത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള ജനനത്തെ സൂചിപ്പിക്കുകയും, കേട്ടോ എല്ലാവരും, ഇതാണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ, കാറ്റക്കിസം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോ വാക്കിൻ്റെയും ആന്തരിക അർത്ഥത്തിലേക്ക് പോകണം. അവിടെ എഴുതിയിരിക്കുകയാണ്, അത് ജലത്താലും പരിശുദ്ധാത്മാവിലുമുള്ള ജനനത്തെ സൂചിപ്പിക്കുകയും യഥാർത്ഥമാക്കുകയും ചെയ്യുന്നു. യഥാർത്ഥമാക്കുകയും ചെയ്യുന്നു. നമ്മൾ എക്കണോമി ഓഫ് സാൽവേഷൻ പഠിച്ചപ്പോൾ ഇങ്ങനൊരു കാര്യം പഠിച്ചു. വെളിവാക്കപ്പെടുകയും സന്നിഹിതമാക്കപ്പെടുകയും പകർന്നു കൊടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ടോ? എന്താണ് കൂദാശകളിൽ സംഭവിക്കുന്നത്? അതായത് യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും, ആ മരണവും പുനരുത്ഥാനത്തിൽ നമ്മൾ ഒന്നാകുന്നു. യേശുവിൻ്റെ മരണത്തിൽ നമ്മൾ ഒന്നാകുന്നു, നമ്മൾ മരിക്കുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനത്തോട് നമ്മൾ ഒന്നാകുന്നു, അങ്ങനെ നമ്മൾ പുനർജനിക്കുന്നു. അതാണ്. അത് എങ്ങനെയാണ് അത് സാധിക്കുന്നത്? അതാണ് ജ്ഞാനം വേണം അത് മനസ്സിലാക്കാൻ. അപ്പോൾ ജ്ഞാനത്തിലൂടെ ഈശോ നൽകിയിരിക്കുന്ന ഈ പ്രധാന കൂദാശയിലൂടെ, അതാണ് ഈശോ അവസാനം പറഞ്ഞത്, നിങ്ങൾ പോയി എല്ലാവരെയും ജ്ഞാനപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പീഡാസഹനം മരണത്തിൽ മുക്കുവിൻ. എൻ്റെ പീഡാസഹനം മരണം ഉയർപ്പിൽ അവരെ മുക്കൂ. എൻ്റെ പീഡാസഹനവും മരണവുമായിട്ട് യഥാർത്ഥവൽക്കരിക്കുവിൻ. ഇത് നമ്മൾ എല്ലാ ദിവസവും നവീകരിക്കാം. നമ്മുടെ വിശ്വാസം വളരുന്നതനുസരിച്ച് നമ്മൾ നവീകരിക്കാം. എല്ലാ ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ ഉയർപ്പിൽ ഞായറാഴ്ചയിലും അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആ ഉയർപ്പിൻ്റെ സമയത്ത് നമ്മൾ നവീകരിക്കുന്നുണ്ട്. ഇതൊക്കെ നവീകരിച്ചാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? നമ്മൾ യേശുവിനോടൊപ്പം മരിച്ചു എന്നും യേശുക്രിസ്തു ഉയർത്തപ്പോൾ നമ്മൾ ഉയർത്തു എന്നും നമ്മളൊന്ന് വിശ്വസിച്ചേ. അതാണ് ഇവിടെ പറയുന്നത്. ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഉള്ള ജനനത്തെ സൂചിപ്പിക്കുകയും യഥാർത്ഥവൽക്കരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥവൽക്കരിക്കുന്നു. 2215. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. The sacrament is also called the washing of regeneration and the renewal of the Holy Spirit,
For it signifies and actually brings, actualizing, actually bring. CCC 1076 നമ്മൾ പഠിച്ചു, ഒഴിവാക്കുന്നു, സന്നിഹിതമാക്കുന്നു, പകർന്നു നൽകുന്നു. 1076 മാമോദീസായുടെ അത്യാവശ്യം. 1257 ഞാനൊന്ന് വായിക്കാം. മാമോദീസ രക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് കർത്താവ് തന്നെ ഊന്നിപ്പറയുന്നു. 1257 എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കാനും അവരെ ജ്ഞാനസ്നാനപ്പെടുത്താനും ശിഷ്യരോട് അവിടുന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. സുവിശേഷ പ്രഘോഷണം ശ്രവിച്ചവരെയും ഈ കൂദാശ ആവശ്യപ്പെടാൻ സാധ്യതയുള്ളവരെയും സംബന്ധിച്ചിടത്തോളം രക്ഷയ്ക്ക് മാമോദീസ അത്യാവശ്യമാണ്. മാമോദീസ അല്ലാതെ ശാശ്വത സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പുവരുത്തുന്ന മറ്റൊരു ഉപാധിയെപ്പറ്റി സഭയ്ക്ക് അറിവില്ല. അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിക്കാൻ സാധിക്കുന്നവരെല്ലാം ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കണം എന്ന് കർത്താവിൽ നിന്ന് സ്വീകരിച്ച ദൗത്യം അവഗണിക്കാതിരിക്കാൻ അവൾ ശ്രദ്ധിക്കുന്നത്. ദൈവം രക്ഷയെ മാമോദീസ എന്ന കൂദാശയോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ അവിടുന്ന് തൻ്റെ കൂദാശകളാൽ ബന്ധിതനല്ല. അപ്പം മാമോദീസായിലൂടെയാണ് ഒരാൾ രക്ഷിക്കപ്പെടുക. എന്നാൽ അതേ സമയത്ത് വ്യത്യസ്തമായ മാമോദീസായുണ്ട്. അത് നമ്മൾ ഇനി പിന്നീട് പഠിക്കും. കാറ്റഗറിസിലെ മറ്റു ഭാഗങ്ങളുണ്ട്. ആഗ്രഹത്താലുള്ള മാമോദീസ. ഇപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്തിരുന്നപ്പോൾ, ഉദാഹരണത്തിന് വാരണാസിയിൽ ആ നലക്കര ജേക്കപ്പൊക്കെ ഇതിനകത്തുണ്ടാവോ? അവരൊക്കെ ആ വാരണാസിയിൽ IMS ധ്യാനകേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. 10,000-ത്തിലധികം പേരവിടെ ഓരോ ഞായറാഴ്ചയിലും സെക്കൻഡ് സാറ്റർഡേ ഒക്കെ വരുന്നുണ്ട്. എന്നാൽ അവരാരും മാമോദീസ സ്വീകരിച്ചവരല്ല. അതാണ്. എന്നാൽ അവരുടെ ഭക്തിയും അവരുടെ പ്രാർത്ഥനയും കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. എന്നാൽ എന്തുകൊണ്ട് അവർ മാമോദീസ സ്വീകരിക്കുന്നില്ല? അവിടെ ഭയങ്കര പ്രശ്നമാണ്. അവിടെ കളക്ടറുടെ പെർമിഷൻ ഇല്ലാണ്ട് ആർക്കും മാമോദീസ കൊടുക്കാൻ പറ്റില്ല. കളക്ടർ ആർക്കും പെർമിഷൻ കൊടുക്കില്ല. കാരണം അതുപോലെ ഒപ്പോസിഷൻ അവസ്ഥയാണ്. അപ്പോൾ അവിടെ സഭ പഠിപ്പിക്കുന്നത് ആ വ്യക്തിക്ക് സാഹചര്യം അനുകൂലമായിരുന്നെങ്കിൽ അവൻ മാമോദീസ സ്വീകരിച്ചേനെ. പക്ഷെ അവൻ്റെ സാഹചര്യം ആ മാമോദീസ സ്വീകരിക്കാൻ അവനെ അനുവദിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ളവരും രക്ഷിക്കപ്പെടും. അതാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. എന്നാൽ അവിടുന്ന് തൻ്റെ കൂദാശകളാൽ ബന്ധിതനല്ല. കൂദാശ അവിടുന്ന് ഉണ്ടാക്കി. ആ കൂദാശ അവിടത്തേക്ക് വേണ്ട മാതിരി കൊടുക്കാം. ചിലർക്ക് കൂദാശ സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അതുകൊണ്ടാണ് എമർജൻസിയുള്ള മാമോദീസ. മാമോദീസ സ്വീകരിക്കാത്തവർക്ക് പോലും മറ്റൊരാളെ ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ മാമോദീസ മുക്കാനുള്ള അനുവാദമെല്ലാം ഉണ്ട്. അപ്പം മാമോദീസ രക്ഷയിലേക്ക് നയിക്കുന്ന വലിയ ഒരു രഹസ്യമാണെന്നുള്ളത് മനസ്സിലാക്കണം. ഒരുപാട് പേര് ഈ ഇടയ്ക്ക് യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മാമോദീസ മുങ്ങില്ല. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് പേര് മാമോദീസ മുങ്ങി. മാമോദീസ മുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായ അനുഗ്രഹവും രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോകാം. 1216 ഈ സ്ഥാനത്തെ ജ്ഞാനാദീപനം എന്ന് വിളിക്കുന്നു. എന്തെന്നാൽ മതപ്രബോധനപരമായ ഈ ഉപദേശം സ്വീകരിക്കുന്നവർ
അവരുടെ ബോധത്തിൽ പ്രകാശിതരാകുന്നു. മാമോദീസായിൽ ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശമായ വചനത്തെ സ്വീകരിച്ചിട്ട് മാമോദീസ സ്വീകരിച്ച വ്യക്തി പ്രകാശിപ്പിക്കപ്പെടുന്നു. അവൻ പ്രകാശത്തിൻ്റെ പുത്രനും പ്രകാശം തന്നെയുമായിത്തീരുന്നു. പ്രൈസ് ദ ലോർഡ്. എന്തൊരു വലിയ കാര്യമാണ്. 1216 ഈ സ്നാനത്തെ ജ്ഞാനാദീപനം എന്ന് വിളിക്കുന്നു. ജ്ഞാനോദീപനം. The bath is called enlightenment. Enlightenment എന്നാണ് എൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത്. ജ്ഞാനോദീപനം, enlightenment. മാമോദീസായെ ജ്ഞാനോദീപനം എന്ന് വിളിക്കുന്നു. എന്തെന്നാൽ മതപ്രബോധനപരമായി ഈ ഉപദേശം സ്വീകരിക്കുന്നവർ അവരുടെ ബോധത്തിൽ പ്രകാശിതരാകുന്നു. അവരുടെ ബോധത്തിൽ. അപ്പോൾ ഈ ബോധത്തിൽ പ്രകാശിതരാകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മനസാക്ഷിയിൽ ഉത്ഭവഭാവം മൂലം കിടക്കുന്ന മലിനത പൂർണ്ണമായി അല്ലെങ്കിൽ അതിൻ്റെ മാരകമായ അവസ്ഥയിൽ നിന്നും മാറ്റുന്നു. ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശം അത് ഈശോയുടെ വചനം തന്നെയാണ്. ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9-10 പറയുന്നുണ്ടത്. ഓരോ മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ പ്രകാശമായ വചനത്തെ സ്വീകരിച്ചിട്ട് മാമോദീസ സ്വീകരിച്ച വ്യക്തി പ്രകാശിപ്പിക്കപ്പെടുന്നു. അവൻ പ്രകാശത്തിൻ്റെ പുത്രനും പ്രകാശം തന്നെയുമായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. മാമോദീസ ദൈവത്തിൻ്റെ ദാനങ്ങളിൽ ഏറ്റവും മനോഹരവും മഹത്തരവുമാണ്. നാം അതിനെ ദാനം, കൃപാവരം, അഭിഷേകം, ജ്ഞാനോദ്ദീപനം, അമർത്തതയുടെ വസ്ത്രം, പുനരുജ്ജനത്തിൻ്റെ സ്നാനം, മുദ്ര എന്നിങ്ങനെ ഏറ്റവും വിലപ്പെട്ട നാമം കൊണ്ട് വിളിക്കുന്നു. ദാനം എന്ന് വിളിക്കുന്നു. ദാനം എന്ന് വിളിക്കപ്പെടുന്നു. കാരണം സ്വന്തമായി ഒന്നും കൊണ്ടുവരാത്തവർക്കാണ് അത് നൽകപ്പെടുന്നത്. കൃപാവരം, കാരണം അത് തെറ്റ് ചെയ്തവർക്ക് പോലും നൽകപ്പെടുന്നു. മാമോദീസ, കാരണം പാപം ജലത്തിൽ സംസ്കരിക്കപ്പെടുന്നു. അഭിഷേകം, കാരണം പുരോഹിതനും രാജാവും അവരാണ് അഭിഷിക്തരായിരിക്കുന്നത്. ജ്ഞാനോദ്ദീപനം, കാരണം ശോഭയും പ്രകാശവും വസ്ത്രം, കാരണം നമ്മുടെ ലജ്ജയെ മറയ്ക്കുന്നു. സ്നാനം, കാരണം അത് കറയ്ക്കുന്ന മുദ്ര, കാരണം അത് നമ്മുടെ സംരക്ഷകയും കർത്തൃത്വത്തിൻ്റെ അടയാളവുമാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചത് വിശുദ്ധ ഗ്രിഗറി ഓഫ് നൈസയിലെ ഒരു പ്രബോധനമാണ്. അതിൻ്റെ സൈഡ് പാരഗ്രാഫിലുള്ളത് 1243. 1243 പറയുന്നത് നമ്മൾ വായിക്കാൻ പോവുകയാണ്. മാമോദീസ മുങ്ങിയ വ്യക്തി ക്രിസ്തുവിനെ ധരിച്ചു എന്നും ക്രിസ്തുവിനോടുകൂടെ ഉത്ഥാനം ചെയ്തുവെന്നും വെള്ളവസ്ത്രം സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ ഉത്ഥാനം ചെയ്തുവെന്നും വെള്ളവസ്ത്രം സൂചിപ്പിക്കുന്നു. ഈസ്റ്റർ തിരിയിൽ നിന്നും കൊളുത്തിയ മെഴുകുതിരി വിശ്വാസത്തിലെ നവജാതനെ ക്രിസ്തു പ്രബുദ്ധരാക്കിയെന്ന് സൂചിപ്പിക്കുന്നു. മാമോദീസ മുങ്ങിയവർ ക്രിസ്തുവിൽ ലോകത്തിൻ്റെ പ്രകാശമാണ്. പുതിയതായി മാമോദീസ മുങ്ങിയ വ്യക്തി ഇപ്പോൾ ഏകജാതനിൽ ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവമക്കളുടെ പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലാൻ അവന് സാധിക്കുന്നു. Praise the Lord.
പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.